വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 1, തിരുവചനങ്ങൾ 17 മുതൽ 20 വരെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്തുകൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും, ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. എൻ്റെ വലത്തുകൈയിൽ നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങൾ 7 സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകം പഠിക്കാനുള്ള ഒരു യജ്ഞത്തിലാണ് നമ്മൾ. മറ്റ് ഏതു ബൈബിൾ ഗ്രന്ഥത്തേക്കാൾ കൂടുതൽ വിഷമമുള്ള, മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകമെന്ന് നമുക്കറിയാം. വെളിപാട് പുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ പ്രത്യേകതയാണ് ആ പ്രയാസത്തിന് ഒരു കാരണമെന്ന് നമ്മൾ കണ്ടു. വെളിപാട് എന്ന സാഹിത്യരൂപത്തിൽ അനേകം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നും ആ പ്രതീകങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ പുസ്തകം ലക്ഷ്യം വയ്ക്കുന്ന അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഘടനയെക്കുറിച്ച് ഒന്ന് വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അറിയാൻ പാടില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് പോലെ തോന്നും. ചിലപ്പോഴെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കും, പക്ഷേ അതിനുശേഷം വീണ്ടും തുടങ്ങുകയാണ്. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്നു, അല്പം പോലും മുന്നോട്ട് പോകാതെ. അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? അതിനെക്കുറിച്ച് വ്യക്തത കിട്ടുക ആവശ്യമാണ്. പലതരത്തിൽ ഈ പുസ്തകത്തെ വിഭജിക്കാറുണ്ട്. പല ബൈബിൾ പഠിതാക്കളും പലതരത്തിലുള്ള ഘടനകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു വച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഒരു ആമുഖമാണെന്നും 4 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ചരിത്രവും 12 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ സഭയുടെ ചരിത്രവുമാണ് രേഖപ്പെടുത്തുന്നതെന്നും അവസാനം 20 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ യുഗാന്ത്യത്തെക്കുറിച്ച് പ്രവചിക്കുന്നു എന്നും പറയുന്നവരുണ്ട്. അല്ല, ഈ പുസ്തകം 7 അംഗങ്ങളുള്ള അല്ലെങ്കിൽ 7 രംഗങ്ങളുള്ള വലിയൊരു നാടകമാണ്, പ്രപഞ്ച നാടകമാണ് അവതരിപ്പിക്കുന്നതെന്നും അതുകൊണ്ട് പുസ്തകത്തെ 7ആയി വിഭജിക്കണമെന്നും പറയുന്നവരുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും കൃത്യമായി മനസ്സിലാക്കുക എളുപ്പമല്ല. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില രചനാ സങ്കേതങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓരോ ഗ്രന്ഥകാരനും തൻ്റേതായ രീതിയിൽ പുസ്തകം രചിക്കാറുണ്ട്. ചരിത്ര പുസ്തകം എഴുതുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചരിത്രരേഖകൾ പരിശോധിച്ച് അതിനുശേഷം ചരിത്രം ക്രമമായി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് അവലംബിക്കുക. പ്രവാചക ഗ്രന്ഥങ്ങളാണെങ്കിൽ പ്രവാചകൻ്റെ വചനങ്ങളെ ഒരു ക്രമത്തിൽ അവതരിപ്പിക്കുന്ന രീതി ഉണ്ടാവും. ഇവിടെ എന്ത് രീതിയാണ് അവലംബിച്ചിരിക്കുക? പല രീതിയിലുള്ള രചനാ സങ്കേതങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പഴയ നിയമത്തിൻ്റെ ഉപയോഗമാണ് വളരെ പ്രധാനമായ ഒന്ന്. ഒരു ബൈബിൾ വാക്യം പോലും പഴയ നിയമത്തിൽ നിന്ന് നേരിട്ട് അതേപടി ഇവിടെ ഉദ്ധരിക്കുന്നില്ല. മറ്റെല്ലാ പുതിയ നിയമഗ്രന്ഥങ്ങളിലും പഴയ നിയമത്തിലെ ഉദ്ധരണികൾ കാണും, പക്ഷേ ഇവിടെ ഉദ്ധരിക്കുന്നില്ല നേരിട്ട്, പക്ഷേ അനേകം സൂചനകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും പല സംഭവങ്ങളും പല വാക്യങ്ങളും എടുത്ത് തൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു രചന ശൈലി ഈ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകത്തിൽ, അതും ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടുമായി ബന്ധപ്പെടുത്തി ഉണ്ടായ 10 ബാധകളുടെ പ്രയോഗം ഇവിടെ കാണും, പക്ഷേ അതേപടി ഇവിടെ അവതരിപ്പിക്കുകയില്ല. ഏലിയ പ്രവാചകനെ സംബന്ധിച്ച് ചില പരാമർശങ്ങളിൽ നിന്ന് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കുന്ന ഒരു പരാമർശം ഉദാഹരണത്തിന് ഇവിടെ ഉണ്ടാകും, പക്ഷേ അതൊരു ഉദ്ധരണിയാണെന്ന് പറയാനാവില്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും ജോയലിൻ്റെ പുസ്തകത്തിൽ നിന്നും ഏശയ്യായിൽ നിന്നും ജെറമിയായിൽ നിന്നും എസെക്കിയേലിൽ നിന്നും സഖറിയായിൽ നിന്നും ഒക്കെയുള്ള സൂചനകൾ ഇവിടെയുണ്ട്, പക്ഷേ ഒന്നും ഒരു ഉദ്ധരണിയായിട്ട് പറയാനാവില്ല. അപ്പോൾ പഴയ നിയമത്തെ ഉപയോഗിക്കുന്നു, അത് തൻ്റേതായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ, പുസ്തകം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പഴയ നിയമ പശ്ചാത്തലം മനസ്സിലാക്കുക ആവശ്യമാണ്. നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ ഓരോ സംഭവത്തിൻ്റെയും ഓരോ വിവരണത്തിൻ്റെയും ഓരോ വാക്യത്തിൻ്റെയും പിന്നിൽ ഏതെങ്കിലും പഴയ നിയമ സൂചനകളുണ്ടെങ്കിൽ അതെടുത്തു കാണിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രമിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് മനുഷ്യപുത്ര ദർശനം, 1-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ദർശനം, ആ ദർശനത്തിൽ മനുഷ്യപുത്രനെ അവതരിപ്പിക്കാനായിട്ട് അനേകം ചിത്രങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ചിത്രം?
ചിത്രത്തിലെ ഭാഗങ്ങൾ അത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതുപോലെ ഓരോ അധ്യായവും വായിച്ചു പഠിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പഴയ നിയമ പശ്ചാത്തലം വിശദമായി പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. POC ബൈബിളിൻ്റെ അടിയിൽ ഫുട് നോട്ടായിട്ട് ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു സംഭവത്തെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സൂചനകളുണ്ടാവും. പക്ഷേ സ്ഥല പരിമിതി പരിഗണിച്ച് വളരെ ചുരുക്കം ഇപ്രകാരമുള്ള ക്രോസ് റെഫറൻസുകളെ കൊടുത്തിട്ടുള്ളൂ. അതേസമയം കുറച്ചുകൂടി വിശദമായ വിവരണങ്ങളുള്ള ക്രോസ് റെഫറൻസ് ഉള്ള ഇംഗ്ലീഷ് ബൈബിൾ ധാരാളമുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ പല ബൈബിളിലും ആ ഓരോ വാക്യത്തെയും സംബന്ധിക്കുന്ന ക്രോസ് റെഫറൻസ് കിട്ടും. അപ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് പഴയ നിയമത്തിൻ്റെ ഏത് ഭാഗമാണ് പരാമർശ വിഷയമാകുന്നത് അത് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ ഒരു രചനാ സങ്കേതമാണ്. ഒരു കാര്യം ആരംഭത്തിലും അവസാനത്തിലും പറഞ്ഞുകൊണ്ട് രണ്ടും ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾക്ക് മധ്യത്തിൽ കാണുന്നവ ഒരുമിച്ച് കാണണം, ഒരു യൂണിറ്റായിട്ട് കാണണം എന്ന് അവതരിപ്പിക്കുന്ന ഇൻക്ലൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. ക്ലിപ്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം. ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചു, ആ വാക്യം തന്നെ അവസാനത്തിൽ പറഞ്ഞു വെച്ചു, അപ്പോൾ അതിൻ്റെ മധ്യത്തിലുള്ള സംഭവങ്ങൾ എല്ലാം കൂടി ഒരു യൂണിറ്റായിട്ട് കാണണം എന്ന് ആണ് പറയുക. ഉദാഹരണത്തിന് 1-ാമത്തെ അധ്യായം 1ഉം 2ഉം വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ 22-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആവർത്തിക്കുന്നതായിട്ട് കാണും. ഞാനിവിടെ വായിക്കട്ടെ. 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്: ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാട്. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. അവൻ ദൈവവചനത്തിനും യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലതിനും സാക്ഷ്യം നൽകി. ഇതേ വാക്യങ്ങൾ ഏകദേശം ഇതേ രൂപത്തിൽ 22-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചക ആത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. അപ്പോൾ ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദാസന്മാർക്ക് വെളിപ്പെടുത്താനായി ദൂതനെ അയച്ചിരിക്കുന്നുവെന്ന് 1 അധ്യായം 1ഉം 2ഉം വാക്യങ്ങളിലും 22-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലും ആവർത്തിച്ചുകൊണ്ട് ഈ പുസ്തകം മുഴുവനും ഇപ്പം പുസ്തകത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇതൊരു യൂണിറ്റായിട്ട് കാണണമെന്നും ഈ യൂണിറ്റിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്നും അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ദൂതൻ വഴി വെളിപ്പെടുത്തപ്പെട്ട യേശുക്രിസ്തുവിലൂടെ ദൂതൻ വഴി വെളിപ്പെടുത്തപ്പെട്ട ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള വെളിപാടാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് എന്ന് ഇങ്ങനെ ഒരു സൂചനയോട് കിട്ടും. ഇതുപോലെ അനേകം ക്ലിപ്തീകരണങ്ങൾ അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ഒരു പാരഗ്രാഫിൽ, ഒരു അധ്യായത്തിൽ, ഒരു യൂണിറ്റിൽ ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രചനാ സങ്കേതങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അർത്ഥം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു രീതി ഇവിടെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പർദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. പർദീസായിലെ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കുമെന്ന് 2:7 പറഞ്ഞത് 22-ാമത്തെ അധ്യായം 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ജീവവൃക്ഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും ആ ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് പരാമർശമുണ്ടാകും. അതുപോലെ തന്നെ 2-ാമത്തെ മരണത്തെക്കുറിച്ച് 2:11 പറയും. 2-ാമത്തെ മരണം ഉണ്ടാവുകയില്ല. 2-ാമത്തെ മരണം എന്താണെന്ന് 20-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കാണും. അപ്പോൾ ഒരു കാര്യം പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് അവസാനം എടുത്തു പറയുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കുക, ഇതും ഈ രചനയുടെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് വൈരുദ്ധ്യമാണ്. പരസ്പര വിരുദ്ധങ്ങളായ ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് കുഞ്ഞാടും സർപ്പവും വിരുദ്ധങ്ങളായി നിൽക്കുന്ന ശക്തികളാണ്. 7 കൊമ്പുള്ള കുഞ്ഞാടും 7 തലയും 10 കൊമ്പുമുള്ള സർപ്പവും ഒരേ രീതി വ്യത്യസ്തമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഏകദേശം വിരുദ്ധമായി നിൽക്കുന്ന ശക്തികളാണ്. അതുപോലെ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്. 17-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ഒരു മഹാവേശിയുടെ ചിത്രമുണ്ട്. അപ്പോൾ വിശ്വസ്തയായി നിൽക്കുന്ന ഗർഭിണിയായ സ്ത്രീ സഭയെ സൂചിപ്പിക്കുമ്പോൾ വിശുദ്ധരുടെ രക്തം കുടിച്ച് ഉന്നതയായ വേശിയായ സ്ത്രീ സാമ്രാജ്യത്തെയും സഭയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളുടെയും പ്രതീകങ്ങളാണ്. ഇങ്ങനെ വിരുദ്ധങ്ങളായി നിൽക്കുന്ന 2 ശക്തികളെ അവതരിപ്പിക്കുക ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെ അനുയായികളുണ്ട്. അതിന് സമാന്തരമായി ബദലായി സർപ്പത്തിൻ്റെ അനുയായികളുണ്ട്. കുഞ്ഞാടിൻ്റെ 2 സാക്ഷികളെക്കുറിച്ച് 11-ാമത്തെ അധ്യായത്തിൽ പറയും. അതേസമയം സർപ്പത്തിൻ്റെ പിനിയാളുകളായി നിൽക്കുന്ന 2 മൃഗങ്ങളെക്കുറിച്ച് 12-ാമത്തെ അധ്യായത്തിൽ പരാമർശമുണ്ടാകും. 12, 13 അധ്യായങ്ങളിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു നാടകീയ സംഘർഷം അവതരിപ്പിക്കുന്നതും ഈ രചനയുടെ ഒരു പ്രത്യേകതയാണ്. 7 ഗണങ്ങളെ അവതരിപ്പിക്കുകയാണ് ഈ രചനാരീതിയുടെ മറ്റൊരു പ്രത്യേകത.
അനേകം സംഭവങ്ങൾ, വസ്തുതകൾ 7 ഗണങ്ങളായി അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ മനുഷ്യപുത്ര ദർശനത്തിൽ 7 ദീപപീഠങ്ങൾക്ക് മധ്യേ നിൽക്കുന്ന മനുഷ്യപുത്രനെയാണ് ചിത്രീകരിക്കുക. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ്റെ കയ്യിൽ 7 നക്ഷത്രങ്ങളുണ്ട് എന്ന് പറയും. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 7 സപ്താത്മാക്കളെക്കുറിച്ച് പരാമർശമുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ. അതുപോലെ തന്നെ ആദ്യത്തെ ഭാഗത്ത് 7 സഭകൾക്ക് ലേഖനങ്ങൾ എഴുതാനായിട്ട് ആവശ്യപ്പെടുന്നു. 7 സഭകൾക്കുള്ള ലേഖനങ്ങൾ. അതിനുശേഷം സ്വർഗീയ ദർശനത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ആളിൻ്റെ, ദൈവത്തിൻ്റെ വലതു കൈയിൽ ഒരു വലിയ ചുരുളുണ്ട്. ആ ചുരുൾ 7 മുദ്രകൾ വെച്ച് ഭദ്രമാക്കിയതാണ്. അപ്പോൾ 7 മുദ്രകൾ. ഓരോ മുദ്രയും തുറന്നു കഴിയുന്നതിന് ശേഷം വരുന്നത് 7 കാഹളങ്ങൾ ഏന്തിയ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ആ ദൂതന്മാർ പോയി കഴിയുമ്പോൾ 7 പാത്രങ്ങളുമായി ദൂതന്മാരുണ്ട്. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി 7 അനേകം ഗണങ്ങൾ. ഇത് ഈ പ്രത്യേക സാഹിത്യരൂപത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ 7 പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ് എന്ന അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ അനേകം രചനാ സങ്കേതങ്ങൾ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തെ സംബന്ധിക്കുന്ന പ്രത്യേകമായൊരു കാഴ്ചപ്പാടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ ഇതിൽ ചരിത്രം എഴുതുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം സംഭവിക്കുന്ന ഒരിടത്ത് തുടങ്ങി പടിപടിയായി മുന്നേറി ഒരു ലക്ഷ്യത്തിൽ ചെന്നെത്തുകയാണ്. അപ്പോൾ തൊടുത്തുവിട്ട ശരം പോലെ നേരെ പോകുന്ന ഒരു വീക്ഷണമുണ്ട്. ഋജുരേഖാ വീക്ഷണം അല്ലെങ്കിൽ ലീനിയർ വിഷൻ ഓഫ് ഹിസ്റ്ററി എന്നതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഋജുരേഖാ വീക്ഷണം, നേരിട്ട് പോവുക. അപ്പോൾ ചരിത്രം ഒരു ലക്ഷ്യത്തിൽ തുടങ്ങി ഒരിടത്ത് തുടങ്ങി ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന അതാകുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വലിയ ഡെവലപ്മെൻറ്റ് കാണും. അപ്പോൾ ആവർത്തനം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു വീക്ഷണമുണ്ട്. പക്ഷേ ആ ഒരു വീക്ഷണമല്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അനേകം ചക്രങ്ങൾക്ക് ശേഷം വീണ്ടും തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വരുന്നത് പോലെ ഒന്ന് കാണും. ഒരു ചാക്രിക വീക്ഷണം, അത് അല്ലെങ്കിൽ സർക്കുലർ വിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. ഉണ്ടായിരുന്നതെല്ലാം വീണ്ടും ഉണ്ടാകും. ആവർത്തനം മാത്രമാണ്. ചരിത്രത്തിൽ പുതുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്നു, വീണ്ടും തുടങ്ങുന്നു, വീണ്ടും അവസാനിക്കുന്നു. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു ചാക്രിക വീക്ഷണം അല്ലെങ്കിൽ ഒരു ചക്രം പോലെ ചരിത്രം, കാലചക്രം എന്നാണ് പറയുക. കാലചക്രം വട്ടത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, മുന്നോട്ട് പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അതുമല്ല ഇവിടെ വെളിപാട് പുസ്തകത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഋജുരേഖാ വീക്ഷണം അല്ലെങ്കിൽ ലീനിയർ വീക്ഷണവുമല്ല. ഇതൊരു സർക്കുലർ അല്ലെങ്കിൽ ചാക്രിക വീക്ഷണവുമല്ല. പിന്നെന്താണ്? പലപ്പോഴും ഒരു സംഭവം കഴിയുമ്പോൾ അടുത്ത സംഭവം അതുപോലെ തന്നെ വരുന്നതായിട്ട് കാണും. അപ്പോൾ അടുക്കി വെച്ചിരിക്കുന്ന ചക്രം പോലെ. പക്ഷേ ഒരു സ്പ്രിങ്ങിൻ്റെ രീതിയിലാണ് കാണുക. ഇതിനെ സർപ്പള വീക്ഷണം എന്ന് പറയാം. എ സ്പൈറൽ വിഷൻ. ആവർത്തനമാണെന്ന് തോന്നുന്നു. പക്ഷേ ഓരോ ആവർത്തനം കഴിയുമ്പോഴേക്കും അടുത്തതിലേക്ക് നീങ്ങുകയാണ്. ഇങ്ങനെ പടിപടിയായി ചക്രം പോലെ കറങ്ങി ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നേരിട്ടുള്ള ഒരു യാത്രയല്ല, വെറും ആവർത്തനവുമല്ല, ആവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന, ഓരോ ആവർത്തനവും കഴിയുമ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു വീക്ഷണമാണ് ചരിത്രത്തെ സംബന്ധിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പൊതുവേ ആവർത്തനമാണെന്ന് തോന്നാമെങ്കിലും ആവർത്തനമല്ല, ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇതിനൊരു തുടക്കമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. തുടക്കം പഴയ ആകാശവും പഴയ ഭൂമിയും. അപ്പോൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അനേകം ആവർത്തനങ്ങൾ കാണും. ഈ ഒരു ആശയം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, പറഞ്ഞു തന്നെയാണല്ലോ വീണ്ടും പറയുന്നത്, എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നു എന്ന ചോദ്യം ഉണ്ടായേക്കാം. അപ്പോൾ ചരിത്രത്തിൻ്റെ ഈ ഒരു പ്രത്യേക വീക്ഷണം ഈ പുസ്തകത്തിൽ ശ്രദ്ധേയമാണ്. ഇതൊക്കെ കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തെ ഒന്ന് വിഭജിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഗ്രന്ഥകാരൻ തന്നെ വളരെ വ്യക്തമായ ചില സൂചനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഈ പുസ്തകത്തിൻ്റെ ഘടനയെ സംബന്ധിച്ച സൂചനയാണ് ഞാൻ ആരംഭത്തിൽ വായിച്ചത്. അതിൽ 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നിർണായകമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണ്. പുസ്തകത്തിൻ്റെ ഘടനയെ സംബന്ധിച്ച് ഗ്രന്ഥകാരൻ തന്നെ നൽകുന്ന സൂചന. ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. അപ്പോൾ 2 ഘടകങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയും. ഇനി ഏതാണ് ഉള്ളവ, എന്താണ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ? അത് വളരെ വ്യക്തമായി ഗ്രന്ഥകാരൻ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടൊരു വാക്യമുണ്ട്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇനിയും സംഭവിക്കേണ്ടവ. അപ്പോൾ 1:19 പറഞ്ഞ ഇപ്പോൾ ഉള്ളവയും
ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയും എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ തുടർച്ചയായിട്ട് ഇനി സംഭവിക്കാൻ ഇരിക്കുന്നവ എന്ന് 4-ാമത്തെ അധ്യായം മുതൽ പറയുമ്പോൾ വ്യക്തമായി ഗ്രന്ഥകാരനോട് പറയുകയാണ് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ കണ്ട കാര്യങ്ങൾ ഇപ്പോഴുള്ളവയാണ്, 4 മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ളവ ഇനിയും സംഭവിക്കാനിരിക്കുന്നവയാണ്. അപ്പോൾ ഈ പുസ്തകത്തെ വളരെ വ്യക്തമായി 2 ഭാഗങ്ങളായി ഗ്രന്ഥകാരൻ തിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്, അതിന് സംശയമില്ല. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളും 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളും 2 ഭാഗങ്ങളായി കാണണം. 1 ഇപ്പോഴുള്ളവ, 2 ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവ. എന്താണ് ഇപ്പോഴുള്ളവ? അത് യോഹന്നാൻ ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണോ, അതോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ കാര്യമാണോ? അത് ഏതാണ് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. പക്ഷേ വളരെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കട്ടെ, ഇപ്പോൾ ഉള്ളവ എന്ന് പറയുന്നത് ഗ്രന്ഥകാരനെ സംബന്ധിച്ചും അനുവാചകരായ നമ്മളെ സംബന്ധിച്ചും എപ്പോഴും പ്രസക്തമാണ്. ഇപ്പോൾ സഭ ആയിരിക്കുന്ന ഈ ലോകത്തിലുള്ള ഇപ്പോഴത്തെ സഭയുടെ അവസ്ഥയാണ് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുക. ഇനി സംഭവിക്കാനിരിക്കുന്നവ എന്ന് പറയുന്നത് ഈ രക്ഷാചരിത്രത്തിൻ്റെ കാലക്രമത്തിലുള്ള ഒരു വളർച്ചയാണ്, അല്ലെങ്കിൽ ഈ രക്ഷാചരിത്രത്തിൻ്റെ അവതരണമാണ്. അത് ചെന്ന് അവസാനിക്കുന്നത് യുഗാന്തത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നതോടുകൂടിയായിരിക്കും. ഇങ്ങനെ പുസ്തകത്തെ 2 ഭാഗമായി നമ്മൾ തിരിച്ചു കിട്ടും. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളും 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളും. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് ഇനി വന്നു വരുമ്പോൾ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഇപ്പോഴുള്ളവയെക്കുറിച്ചാണെന്ന് പറഞ്ഞു. അതിന് തന്നെ ഒരു ആമുഖമുണ്ട്. ഉദാഹരണത്തിന് 1-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പുസ്തകത്തിൻ്റെ മൊത്തമായ ഒരു ആമുഖമാണ്. എന്താണ് ഈ പുസ്തകത്തിൻ്റെ സാഹിത്യരൂപം, ആരാണ് ഇത് എഴുതിയത്, എന്താണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്ന ഗ്രന്ഥകർത്താവിനെയും കാലത്തെയും രചനാ ശൈലിയെയും സാഹിത്യരൂപത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ആമുഖം എന്ന് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം 22-ാമത്തെ അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പുസ്തകത്തിൻ്റെ ഉപസംഹാരമാണ്. അതും വളരെ നിർണായകമായ രീതിയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. 1-ാമത്തെ ഭാഗത്ത് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ ആമുഖവും 22-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലെ ഉപസംഹാരവും. ഈ ആമുഖത്തിനും ഉപസംഹാരത്തിനും മധ്യേ 2 വ്യക്തമായ ഭാഗങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. 1-ാമത്തെ ഭാഗം ഇനി 1-ാം അധ്യായം 9 മുതൽ 3-ാം അധ്യായം 22 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിനെയും 2 ഭാഗമായി തിരിക്കാം. ആദ്യ ഭാഗത്ത് വരുന്നത് ഒരു ദർശനമാണ്, ഒരു ആമുഖ ദർശനം, മനുഷ്യപുത്ര ദർശനമെന്ന് പറയും. യേശുക്രിസ്തു ഇവിടെ മഹത്വീകൃതനായി പ്രത്യക്ഷപ്പെടുന്നു. ഗ്രന്ഥകാരനായ യോഹന്നാന് എഴുതാനായിട്ട് കൽപ്പന നൽകുന്നു. അപ്പോൾ ആ മനുഷ്യപുത്ര ദർശനമാണ് 1-ാമത്തെ ഭാഗം. ആ ഭാഗത്ത് ഇതൊരു പുസ്തകത്തിൻ്റെ മൊത്തം ആമുഖമായിട്ട് കൂടി കാണാൻ സാധിക്കും. ആമുഖ ദർശനം എന്ന് വേണമെങ്കിൽ പറയാം. എ പ്രൊഫറ്റിക് വിഷൻ വിത്ത് എ മിഷൻ എന്ന് പറയും. ഒരു പ്രവാചകനുണ്ടാകുന്ന ദർശനം, ദൗത്യം ഏൽപ്പിക്കുന്ന ആ ഒരു ദർശനമാണ് 1-ാമത്തെ ഭാഗത്ത്. പിന്നെ അങ്ങോട്ട് 2-ഉം 3-ഉം അധ്യായങ്ങളിൽ വിശദമായി എടുത്തു കാണിക്കുന്നത് 7 ലേഖനങ്ങളാണ്. എഫേസസ് മുതൽ ലാവോദിക്കിയ വരെയുള്ള ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന അന്നത്തെ റോമൻ പ്രവിശ്യ ഏഷ്യ മൈനറിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 7 കേന്ദ്രങ്ങളിലെ സഭകൾക്ക് എഴുതാനുള്ള ഒരു ആഹ്വാനമാണ് അഥവാ കൽപ്പനയാണ് ഈ 2 അധ്യായങ്ങൾ കാണുന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ സഭകൾക്ക് നൽകുന്ന സന്ദേശമാണ്. 7 പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യ ആയതുകൊണ്ട് 7 സഭകൾ എന്ന് പറയുമ്പോൾ സാർവത്രിക സഭയെ എന്ന് വേണം ഉദ്ദേശിക്കാൻ. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഏഷ്യയിലുണ്ടായിരുന്ന ആ സഭകൾക്ക് മാത്രമല്ല, ഇന്ന് ലോകത്തെല്ലായിടത്തും ജീവിച്ചിരിക്കുന്ന സഭകൾക്കും മനുഷ്യപുത്രനായ യേശുക്രിസ്തു നൽകുന്ന സന്ദേശമാണ് ഈ 2 അധ്യായങ്ങൾ കാണുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളവ എന്ന് പറയുക. ആഴത്തിൽ കാണുന്ന അഗ്നിനാളങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പോലെയുള്ള കണ്ണുകളുള്ളവൻ, ആഴത്തിൽ കാണുന്നവൻ സഭയെ കാണുകയും സഭയെ വിലയിരുത്തുകയും സഭയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്യുന്ന ഭാഗമാണ് 1-ാം ഭാഗം. 2-ാമത്തെ ഭാഗം അത്ര തന്നെ വ്യക്തമല്ല. 2-ാമത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോഴേക്കും അവിടെയുമുണ്ട് പല ദർശനങ്ങൾ. 2-ാമത്തെ ഭാഗത്തെ ദർശനം ഉദാഹരണത്തിന് 4-ാമത്തെ അധ്യായം 1 മുതൽ 5-ാം അധ്യായം 24 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സ്വർഗീയ ദർശനം കൊണ്ടാണ് ആരംഭിക്കുന്നത്. അവസാനം 19-ാം അധ്യായം 11 മുതൽ 22-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പറയും. ഇങ്ങനെ ഈ 2-ാമത്തെ ഭാഗത്ത് 7 വ്യത്യസ്തങ്ങളായ ദൃശ്യങ്ങൾ അഥവാ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളായിട്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് 4:1 മുതൽ 5:14 വരെയുള്ളത് ഒരു സ്വർഗീയ സദസ്സിൻ്റെ ദർശനമാണ്.
ആദ്യത്തെ ഭൂമിയിലായിരുന്നു, രണ്ടാമത് സ്വർഗ്ഗത്തിലാണ്. അപ്പോൾ സ്വർഗീയ സദസ്സിൽ ദൈവമുണ്ട്, സിംഹാസനത്തിനായ ദൈവം, സിംഹാസനത്തിന് ചുറ്റും ഇരിക്കുന്ന ശ്രേഷ്ഠന്മാരുണ്ട്, സിംഹാസനത്തിന് മുമ്പിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമുണ്ട്, സിംഹാസനത്തിൻ്റെ കയ്യിൽ നിന്ന് ചുരുളെടുക്കുന്ന കുഞ്ഞാടുണ്ട്. ഇങ്ങനെ ഈ ചരിത്രത്തെ നയിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് 4-5 അധ്യായങ്ങൾ കാണുന്നത്. അതോടനുബന്ധിച്ച് അനേകം സ്തോത്രഗീതങ്ങളും കാണും. രണ്ടാം ഭാഗം, രണ്ടാമത്തെ വരുന്നത് 7 മുദ്രകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. 6-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം 1 വരെയുള്ള വാക്യങ്ങളിൽ ഈ മുദ്രകളുടെ സപ്തഗണം, 7 മുദ്രകൾ തുറക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. അതിനിടയ്ക്ക് 6-ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ വേറൊരു പ്രത്യേക ദർശനം ഉണ്ടാകുന്നുണ്ട്. ഭൂമിയിൽ മുദ്ര ചെയ്യപ്പെട്ട 1,44,000 പേരുടെയും സ്വർഗത്തിൽ വിജയം വരിച്ചവരുടെയും ചിത്രം. അപ്പോഴങ്ങനെ ശിക്ഷാവിധികൾക്ക് മധ്യേ രക്ഷയുടെ ഒരു ചെറിയ ഇൻ്റർലൂഡ് കാണിച്ചതിന് ശേഷം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഗണങ്ങളുടെ തുടക്കമായി. ഇപ്പോൾ രണ്ടാം ഭാഗം, 3-ാമത്തെ ഉപഭാഗം 8:2 മുതൽ 11-19 വരെയുള്ള വാക്യങ്ങളാണ്. 8-ാം അധ്യായം 2 മുതൽ 11-ാം അധ്യായം 19 വരെയുള്ള വാക്യങ്ങളിൽ 7 കാഹളങ്ങൾ ഏന്തിയ ദൂതന്മാരുടെ ദർശനം ഉണ്ടാവും. അപ്പോൾ 7 മുദ്രകൾക്ക് സമാന്തരമായി അതിനേക്കാൾ അല്പം കൂടി കടുത്ത നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ശിക്ഷാവിധികൾ വിളിച്ചു വരുത്തുന്ന 7 ദൂതന്മാരുടെ ദർശനം. ആ ദർശനത്തിൻ്റെ അവസാന ഭാഗത്ത് 10-ാമത്തെ അധ്യായത്തിൽ ഒരു പുതിയൊരു ദർശനം ഉണ്ടാകുന്നുണ്ട്. കയ്യിൽ തുറന്ന ഒരു ചെറിയ ചുരുളുമായി നിൽക്കുന്ന ഒരു ദൂതൻ, ആ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി ഭക്ഷിക്കാനുള്ള ആഹ്വാനം, ആ ചുരുൾ വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം പ്രവചിക്കാനുള്ള ഒരു ദൗത്യം, അതോടനുബന്ധിച്ച് 2 സാക്ഷികളുടെ ചിത്രവും വരും. അപ്പോൾ സഭയെ സംബന്ധിക്കുന്ന ഒരു സൂചന ഇവിടെ വരുന്നുണ്ട്. പീഡനമേൽക്കുന്ന സഭയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഈ 10-ാം അധ്യായം മുതൽ തുടങ്ങുന്നത്. 4-ാമത്തെ യൂണിറ്റായിട്ട് 12-ാം അധ്യായം 1 മുതൽ 15-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ കാണും. അവിടെ എടുത്തു പറയാവുന്നത് സ്ത്രീയും സർപ്പവും എന്ന ഭാഗമാണ്. ഇപ്പോൾ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ, പ്രസവക്ലേശത്താൽ ഞെരുങ്ങുന്ന സ്ത്രീ, നിലവിളിക്കുന്ന സ്ത്രീ, അവൾ പ്രസവിക്കുന്ന ശിശുവിനെ വിഴുങ്ങാനായി കാത്തു നിൽക്കുന്ന സർപ്പം, ആ സർപ്പവും സ്ത്രീയും തമ്മിലുള്ള സംഘട്ടനം, ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന പീഡനങ്ങളും സംരക്ഷണങ്ങളും, അതിനുശേഷം സർപ്പത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാമാണ് 12-ാമത്തെ അധ്യായം 1 മുതൽ 15-ാം അധ്യായം 4 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാമത്തെ ഭാഗമായിട്ട് വരുന്നത് 7 പാത്രങ്ങൾ ഏന്തിയ 7 ദൂതന്മാരുടെ ചിത്രീകരണമാണ്. 15-ാം അധ്യായം 5 മുതൽ 16-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങളിൽ 7 പാത്രങ്ങൾ ഏന്തിയ ദൂതന്മാരുടെ ചിത്രീകരണം കാണും. അപ്പോൾ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 പാത്രങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ ചിത്രീകരണമാണ് ഈ 3 ഗണങ്ങളിലൂടെ എടുത്തു നിൽക്കുക. ആദ്യത്തേതിൽ നിന്ന് കൂടുതൽ രൂക്ഷമാണ് രണ്ടാമത്തേത്, അതിനേക്കാളും രൂക്ഷമാണ് 3-ാമത്തെ ശിക്ഷാവിധി. ഇതിന് 16-ാമത്തെ അധ്യായം അവസാനിച്ച് കഴിയുമ്പോൾ വീണ്ടും പുതിയ ഒരു ദർശനത്തിൻ്റെ പരമ്പര ആരംഭിക്കുകയാണ്. അത് മഹാബാബിലോണിൻ്റെ ചിത്രമാണ്. മഹാബാബിലോണിൻ്റെ പതനം ഇതിനെ വിശേഷിപ്പിക്കാം. 17-ാം അധ്യായം 1 മുതൽ 19-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് ഈ മഹാബാബിലോൺ എന്ന് പറയപ്പെടുന്ന തിന്മയുടെ ശക്തിയാൽ നയിക്കപ്പെടുന്ന സാമ്രാജ്യത്തിൻ്റെ നാശവും പതനവുമൊക്കെയാണ്. അനേകം ചിത്രങ്ങളിലൂടെ കാണും. അത് അവസാനിക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്ന് സമാഗതമായിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദർശനമാണ്. ഇനി അവസാനത്തെ ദർശനം, അത് 19-ാം അധ്യായം 11 മുതൽ 22-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങളിൽ അതൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നൊരു ചിത്രീകരണമാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാകുന്നതിന് മുൻപേ തിന്മയുമായുള്ള അതിരൂക്ഷമായ സംഘട്ടനമുണ്ടാകും. അവിടെ സർപ്പം, സാത്താൻ പിടിക്കപ്പെടുന്ന പുരാതന സർപ്പം പിടിക്കപ്പെടും. ആ സർപ്പത്തെ പാതാളങ്ങളിൽ അടയ്ക്കും. 1000 വർഷത്തെ ഭരണം, മിശിഹായുടെ ഭരണം. അതിനുശേഷം വീണ്ടും പാതാളം തുറക്കുകയും ഈ സർപ്പത്തിൻ്റെ അനുയായികളും ദൈവജനത്തിനെതിരായി അതിഘോരമായ യുദ്ധം നടത്തുകയും ആ യുദ്ധത്തിൽ എല്ലാം പരാജയപ്പെട്ട് സർപ്പവും സകല തിന്മകളും ഗന്ധകമരിയുന്ന അഗ്നി തടാകത്തിലേക്ക് നിത്യമായി വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന സംഭവത്തോടു കൂടിയാണ് ഈ പുസ്തകം സമാപിക്കുക. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആരംഭിക്കുക. 20-ാമത്തെ അധ്യായത്തിലാണ് ഈ അന്തിമ സംഘട്ടനവും തിന്മയുടെ മേലുള്ള അന്തിമമായ ശിക്ഷാവിധിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21-22 അധ്യായമാകുമ്പോഴേക്കും തിന്മ പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു, പഴയതെല്ലാം കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാന ഭാഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ 2-ാം ഭാഗത്തിൻ്റെ 7-ാമത്തെ യൂണിറ്റ് പുതിയ ആകാശവും പുതിയ ഭൂമിയും, അത് സംജാതമാകുന്നതോടുകൂടി ചരിത്രം അതിൻ്റെ
പരിസമാപ്തിയിലെത്തുകയാണ്. അപ്പോൾ യുഗാന്തത്തിലേക്ക് പടിപടിയായി സാവകാശം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രീകരണമാണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുക. അപ്പോൾ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇന്നത്തെ സഭാസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച്, സഭാസമൂഹത്തെ സംബന്ധിച്ച് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വിലയിരുത്തൽ, യേശു നൽകുന്ന ശാസനങ്ങൾ, യേശു നൽകുന്ന ഉപദേശങ്ങൾ, യേശു നൽകുന്ന സംരക്ഷണം, ഇതിനെക്കുറിച്ചൊക്കെ പറയും ആദ്യത്തെ ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ഈ ലോകചരിത്രത്തെ രക്ഷാചരിത്രമായി എടുത്തു കാണിച്ചുകൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി ഈ ഭൂമിയിൽ അരങ്ങേറുന്ന എല്ലാ ചരിത്ര സംഭവങ്ങളെയും ദൈവം ഈ ഭൂമിയുടെ മേൽ, തിന്മയുടെ മേൽ നടത്തുന്ന ശിക്ഷാവിധിയായി ചിത്രീകരിച്ചുകൊണ്ട് അന്തിമമായ ലക്ഷ്യത്തിലേക്ക് സാവകാശം ചാക്രികമായ, അഥവാ ഒരു സർപ്പള ചലനം പോലെ, ഒരു സ്പ്രിങ് പോലെ മുന്നോട്ട് പോകുന്ന ഒരു ചരിത്ര വീക്ഷണമാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പൊതുവായ ഘടന. ഈ ഘടനയ്ക്കുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ഉണ്ട്. അത് 12-ാമത്തെ അധ്യായം 1 മുതൽ 15-ാം അധ്യായം 4 വരെയുള്ള ഭാഗങ്ങളാണ്. അവിടെ സ്ത്രീയും സർപ്പവും എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് തന്നെ 7 വ്യത്യസ്ത യൂണിറ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് പുസ്തകത്തിൻ്റെ ഘടനാപരമായും ദൈവശാസ്ത്രപരമായും കേന്ദ്രമാണ്. അപ്പോൾ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ ഘടനാപരമായ കേന്ദ്രം കാണും. അതൊരു പുതിയ യൂണിറ്റാണ്. ആ ഒരു യൂണിറ്റ് മറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് സ്ത്രീയും സർപ്പവും തമ്മിലുള്ള സംഘട്ടനത്തെക്കുറിച്ച് പറയും 12-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ. രണ്ടാമത്തേതായിട്ട് വരുന്നത് 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം. മൂന്നാമത്തെ ഭാഗം പാതാളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന മൃഗം. പിന്നെ 4-ാമത് വരുന്നത് കുഞ്ഞാടും കുഞ്ഞാടിൻ്റെ അനുയായികളും. പിന്നെ 3 സന്ദേശവാഹകർ, ദൂതന്മാർ. 6-ാമത്തെ ഭാഗമായിട്ട് വരുന്നത് ഒരു വിളവെടുപ്പ്. അത് മുന്തിരി വിളവെടുപ്പാവാം, അല്ലെങ്കിൽ ധാന്യക്കൊയ്ത്താവാം. അവസാനം വിജയികളുടെ ഒരു വിജയഘോഷം, വിജയകീർത്തനം. ഇങ്ങനെ ഈ പുസ്തകത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത് രക്ഷാചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക വിശദാംശമാണ്. എന്ന് പറഞ്ഞാൽ സഭ നേരിടുന്ന പീഡനങ്ങളും അതിൽ സഭയ്ക്ക് ലഭിക്കുന്ന സംരക്ഷണവും ലഭിക്കാൻ പോകുന്ന വിജയവും. ഇങ്ങനെ പുസ്തകത്തിൻ്റെ മൊത്തമുള്ളടക്കം വലിയ ചുരുളിൽ കാണും. പുസ്തകത്തിൻ്റെ ചെറിയ ഉൾഭാഗം കാണുന്നത് 10-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ചെറിയ ചുരുളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് പുസ്തകത്തിൻ്റെ പൊതുവായ നീക്കം, പൊതുവായ ഉള്ളടക്കം, ഘടന. ഈ ഘടന വെച്ചുകൊണ്ട് നമ്മൾ ഈ പുസ്തകം വിശദമായി അപഗ്രഥിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇനി ഓരോ അധ്യായവും ഓരോ വാക്യവും എടുത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ഘടനാ വിചിന്തനങ്ങൾ സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തമായി സ്വീകരിക്കുകയും എല്ലാ തിന്മകളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത ആ വലിയ കൃപയ്ക്ക് അങ്ങേക്ക് നന്ദി. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച് തിന്മയെ ഉന്മൂലനം ചെയ്യാൻ അവിടുന്ന് തിരുവുള്ളമായല്ലോ. ഇന്ന് നന്മയും തിന്മയും തമ്മിൽ സംഘടന നടക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങയോട് നന്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി യത്നിക്കാനും അങ്ങയുടെ നൽകുന്ന രക്ഷയിൽ പങ്കുചേരാനും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിന്മയുടെ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ തള്ളിപ്പറയാനുള്ള കൃപയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.